യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര നേരെ നമ്മുടെ കുണ്ടൽപേട്ടയിൽ നിന്നും നേരെ ബത്തേരിയിലേക്കാട്ടോ. അപ്പോൾ ബത്തേരിയിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കർണാടകയിലെ കുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലേക്ക് 56 കിലോമീറ്റർ ആട്ടോ. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലേക്ക്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് ഇടവിട്ട് ബസ്സുണ്ട്. അതായത് നമുക്ക് ഇടവിട്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് ഇടവിട്ട് കേരള ബസ്സുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് മൈസൂർ ഭാഗത്തു നിന്നും വരുന്ന കർണാടക ബസ് ഉണ്ടാവും. അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ്സുണ്ടാവും. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബസ് 2 മണിക്കാണ് ബസ്സുള്ളത്. 2 മണിക്ക് ഒരു കേരള ബസ് വരാനുണ്ട്. അപ്പോൾ ആ ബസ്സിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാമരാജനഗർ ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് കുണ്ടൽപേട്ട. തമിഴ്നാട് കേരളം അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഈ കുണ്ടൽപേട്ട. സുൽത്താൻ ബത്തേരിയാണ് കുണ്ടൽപേട്ടയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സ്ഥലം. കുണ്ടൽപേട്ടയിൽ നിന്നും നമ്മൾ ബത്തേരി പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂരേക്ക് കുണ്ടൽപേട്ടയിൽ നിന്നും 16 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ നേരെ മുത്തങ്ങയാണ്, പിന്നെയാണ് നേരെ ബത്തേരി. ഒരുപാട് കാഴ്ചകൾ ഉള്ള സ്ഥലങ്ങളാണ്. മുത്തങ്ങ ഫോറസ്റ്റിലൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് ആനകളും അതേപോലെ തന്നെ കരടി, മയിൽ, എല്ലാത്തരം വന്യമൃഗങ്ങളുള്ള ഒരു കാടാണ് മുത്തങ്ങ ഫോറസ്റ്റ്. അങ്ങനെ കൃത്യം 2 മണിയോട് കൂടി കേരള ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള ചാർജ് 71 രൂപയാണോ. 71 രൂപയാണ് ബത്തേരിയിലേക്കുള്ള ബസ് ചാർജ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2024 ഡിസംബർ 31 തീയതിയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് കുണ്ടൽപേട്ടയിൽ നിന്നും ബത്തേരി എത്തിപ്പെടാവുന്നതാട്ടോ.